പൈനാപ്പിൾ സൂഫ്ലെ കാണുന്ന പോലെ ഭയങ്കര എളുപ്പമാണ്, നല്ല രുചിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. പൈനാപ്പിൾ ജെല്ലിയുടെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1 കപ്പ് വാട്ടർ ആദ്യം ബോയിൽ ചെയ്യണം. ആ ബോയിൽ ചെയ്തതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ഫ്രോസ്റ്ററിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്ന ജെല്ലി. അത് എനിക്കിഷ്ടം, എൻ്റെ ടേസ്റ്റ്. അത് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു. അത് ഒന്ന് ബോയിലായി ആ ഇടുന്ന പൗഡർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമ്മളത് അടുപ്പത്തൊന്ന് മാറ്റണേ. ബോയിലായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് ഞാൻ ആ ജെല്ലിയുടെ പൗഡർ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മെൽറ്റാകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം. പഞ്ചസാരയുടെ തരി അലിയുന്ന പോലെ ആ പൗഡർ നല്ലപോലെ മെൽറ്റായി വരും കേട്ടോ. അതിനുശേഷം ഞാൻ 1 കപ്പ് തണുത്ത വെള്ളം, അത് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണ്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് കോൾഡ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബൗളിലോട്ട് അത് ഒഴിച്ചിട്ട് ആറാനായിട്ട് വയ്ക്കുക. ആറിയതിന് ശേഷം മാത്രം അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജ് വയ്ക്കും. പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ നോർമലായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ജെല്ലി ഉണ്ടാക്കി, നമ്മൾ വലിയ സന്തോഷത്തിൽ ജെല്ലിയൊക്കെ ഉണ്ടാക്കി വെക്കും, ഫ്രിഡ്ജിൽ വയ്ക്കും, എന്നിട്ടത് കമത്തിയിടും, സെറ്റാവത്തില്ല. ഇപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഞാൻ ഫ്രീസറിലല്ല വെച്ചത്, അല്ലാതെ തന്നെ തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ജെല്ലി. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഈ ടിന്നിലുള്ള പൈനാപ്പിള്, അത് ഇത്രയും വലിയ ടിൻ മേടിക്കേണ്ട, ചെറിയ ടിൻ മേടിച്ചാൽ മതി കേട്ടോ. 4-5 റിങ് മതി പൈനാപ്പിൾ. അതിനകത്തൊരു ഷുഗർ സിറപ്പും ഉണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ ടിന്നിൻ്റെയും പാതി മതി. പിന്നീട് എടുത്തേക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. 200 ml 2 എടുത്തിട്ടുണ്ട്. ഈ കമ്പനിയാണ് എടുത്തേക്കുന്നത്. ഇതിന് മധുരം ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് കൂടെ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത്തിയായിട്ട് മധുരം ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾ മധുരമുള്ള വിപ്പിംഗ് ക്രീം എടുക്കുന്നെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നത് കുറച്ചൊഴിച്ചാൽ മതി. ടിന്നിലെ പൈനാപ്പിൾ എടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇപ്പം നിങ്ങൾക്കതല്ല, ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിൽ നേരെ അത് ഇടല്ലേ ഇതിൻ്റെ അകത്തോട്ടെ. ഒന്ന് ചെറുതായിട്ട് പഞ്ചസാര ഇട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ഇടാവും കേട്ടോ. ഈ സെറ്റായിട്ടിരിക്കുന്ന ജെല്ലി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജെല്ലി നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവേ. ഇതെല്ലാം ജെല്ലി ഒന്നുണ്ടാക്കാൻ വെച്ചു, ബാക്കിയെല്ലാം മിക്സിങ് 2-3 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത്ര എളുപ്പമുള്ളൊരു ഡെസേർട്ട് കേട്ടോ. നിങ്ങൾക്കിത് ഈസ്റ്ററിന് എടുക്കാം, അല്ലെ റമദാൻ എടുക്കാം, എന്തിനു വേണേലും എടുക്കാവുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി പുഡിംഗ്. സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിൽ തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് മതി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ കണ്ടൻസ് മിൽക്ക് കൂട്ടും. ഏകദേശം ഒരു 400 ml വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് ഏകദേശം ഒരു 6 to 8 ആൾക്കാർക്ക് എടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. വിപ്പിംഗ് ക്രീമും ഒഴിച്ചു. അതിൻ്റെ അകത്തോട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. കണ്ടൻസ് മിൽക്കും ആ ടിന്നിൻ്റെ പാതി പോർഷനെ ഒഴിച്ചിട്ടുള്ളൂ. അതായത് ഒരു 200 ml ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളൊന്ന് മധുരം നോക്കി ഒഴിക്കുക. മധുരം കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഒഴിക്കുക. ഈ ടിൻ മുഴുവൻ ഒഴിക്കല്ലേ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വിപ്പിംഗ് ക്രീമും ആ കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും ഇത് രണ്ടും കൂടെ കൂടി വരുമ്പം തന്നെ ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എഗ് ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ അത് ബീറ്റ് ചെയ്യാൻ. ഇതിൻ്റെ അകത്തോട്ട് പൈനാപ്പിൾ റിങ് എടുക്കുക കേട്ടോ. ഒരു 3-4 എടുത്താൽ മതി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ടിന്നിലെ പൈനാപ്പിൾ അല്ല എടുക്കുന്നെങ്കിൽ, ഫ്രഷ് പൈനാപ്പിൾ എടുക്കുന്നെങ്കിൽ നേരെ മുറിച്ചിട്ടല്ല കേട്ടോ. അത് 1-2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് ഒന്ന് ബോയിൽ ചെയ്ത് ഒന്ന് കുക്കാക്കി എടുക്കണം. എന്നിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഇടാവേ. നേരെ ഇട്ടാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് വരും.
ഞാൻ എപ്പോഴും എൻ്റെ കിച്ചണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊന്നാണ് ഈ ടിന്നിലെ പൈനാപ്പിൾ. പെട്ടെന്നൊരു ഒരു സാലഡ് എടുക്കണോ ഇതിടാം, അല്ലെങ്കിൽ ഒരു പച്ചടി എടുക്കണമെങ്കിൽ ഈ ടിന്നിലെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്ന പച്ചടിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ പീസുകൾ നമുക്ക് ആ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന പൈനാപ്പിൾ ജെല്ലിയെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ടു. കാണാൻ എന്ത് ഭംഗിയെന്നറിയോ, ഭയങ്കര എളുപ്പവും അതുപോലെ രുചി. എന്നിട്ട് ആ ബോളിൽ ഒന്ന് കണ്ടൻസ് മിൽക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിസിൽ ചെയ്തു, കുറച്ച് പൈനാപ്പിൾ ജെല്ലിയും കൂടെ മുകളിലിട്ടു. അപ്പോൾ കാണാനൊരു ഭംഗിയായിട്ട്. ഇനി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജെല്ലി അങ്ങ് താന്നു പോവും. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. താഴെ ഇപ്പം അതൊന്ന് തണുപ്പായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിയിലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ 2 hours വെച്ചുള്ളൂ, 2 hours കൊണ്ട് എടുക്കാം. പക്ഷേ ഞാനത് പിന്നീട് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി കഴിച്ചപ്പോഴത്തേക്ക് ഒന്നുകൂടി രുചി കൂടിയ പോലെ എനിക്ക് തോന്നി. നമ്മൾ ഗസ്റ്റിന് വിളമ്പുന്നതിൻ്റെ തൊട്ട് മുന്നേ കൂടെ കുറച്ച് ജെല്ലി ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിനിയിപ്പം ഓരോ കപ്പിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ലിക്വിഡായിട്ട് തന്നെയാണ് അതിരിക്കുന്നത്, വലിയ കട്ടിയൊന്നും ആകത്തില്ല. പക്ഷെ അതിങ്ങനെ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഒന്നുണ്ടാക്കി നോക്കി. ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയില്ലെങ്കിലും അതിൻ്റെ പാതി ക്വാണ്ടിറ്റി. അപ്പം വിപ്പിംഗ് ക്രീം കുറച്ച് മേടിച്ചാൽ മതി, കണ്ടൻസ് മിൽക്ക് കുറച്ച് മേടിച്ചാൽ മതി, ടിൻഡ് പൈനാപ്പിൾ ചെറിയ ടിൻ മേടിച്ചാൽ മതി, കോസ്റ്റും കുറയും. ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇതിനോ അല്ലെങ്കിൽ ഈസ്റ്ററിനോ അല്ലെ വരും ക്രിസ്മസിനോ ഏതിന് വേണേലും ഉപയോഗിക്കാം. ഒന്ന് സ്റ്റാർ ചെയ്ത് റെസിപ്പി വയ്ക്കാമോ, അടിപൊളി റെസിപ്പി. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.